നമസ്കാരം. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എല്ലാ വിഷയത്തെയും കാണുക എന്നത് തന്നെയാണ് നമ്മുടെ കായിക ലോകത്ത് നടക്കുന്ന ഓരോ റിവൽറി മത്സരങ്ങളുടെയും പ്രത്യേകത. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഹസ്തദാന വിവാദമാണ് ഇന്ന് കായിക ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത ഒരു മത്സരത്തിന് സൂപ്പർ ഫോറിലെ പോരാട്ടത്തിന് കാത്തിരിക്കുമ്പോഴും ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇതിന് പരിഹാരം കാണുമോ ക്രിക്കറ്റ് ബോർഡുകൾ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. നമ്മോടൊപ്പം ഇപ്പോൾ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ VS അനോജ് കൂടി ചേരുകയാണ്. ഓരോ തവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം വരുമ്പോൾ ലോകത്തെ ഏത് കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാം മാറ്റിവെച്ചത് കാണാനായി ആവേശത്തോടെ നിൽക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടത്. ഇപ്പോൾ വരുമ്പോൾ നമ്മളുടെ മുന്നിൽ യുദ്ധസമാനമായി നമ്മൾ ക്രിക്കറ്റിനെ കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് നമ്മുടെ കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമോ? ഇത് കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഞാനത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്രിക്കറ്റിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നതിലെല്ലാം പലതരത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിവേചനപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികമായ കുറേ കാര്യങ്ങളൊക്കെ ഉൾച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചത് ആ ക്രിക്കറ്റിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ഘടകത്തെ തന്നെ മുൻനിർത്തിയാണ്. കാരണം എല്ലാവരും നമുക്കറിയാം. കാരണം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ പറയുന്ന ഒരു ക്രിക്കറ്റ് വാർ എന്ന് പറയാവുന്ന തരത്തിലേക്ക് അതിനെ നമ്മൾ കാണുന്ന കാലം തൊട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ കുട്ടികളായിരിക്കുന്ന കാലം തൊട്ടേ അത് കാണുമ്പം ഇന്ത്യ പാക് വാർ പോലെ തന്നെയാണ് ആ ക്രിക്കറ്റിനെ കണ്ടിരുന്നത്. പക്ഷേ ആ മത്സരത്തിൽ നമുക്ക് കൈയടിക്കുന്നതിനോ നമുക്കൊരു ക്യാച്ച് മിസ്സാവുമ്പോൾ ആഹ്ലാദിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പാക് ഫീൽഡറിലെ ഒരു മികച്ച പ്രകടനത്തിന് കൈയടിക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള വെടിക്കെട്ടിനൊക്കെ ആരാധിച്ചുകൊണ്ടും. കാരണം നമ്മൾ മിയാൻദാദ് സിക്സർ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വസീം അക്രം ബൗൾ ചെയ്യുന്ന സമയത്ത്, ഇമ്രാൻ ഖാൻ ബൗൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സക്ലൈ മുസ്താഖിൻ്റെ ഈ ട്വിസ്റ്റ് ആൻഡ് ടേൺ പോലെയുള്ള ഓരോ സ്റ്റൈല് അവരുടെ അപ്രോച്ചുകളുണ്ടായ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അങ്ങനെ ഓരോ കളിക്കാരുടെ സമയത്തും അവരുടെ പ്രകടനത്തെ അഭിനന്ദിക്കുന്നതിലോ അതിനെ ആഹ്ലാദിക്കുന്നതിലോ ഒന്നും തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇത് ഇന്ത്യ ഇപ്പം അസറുദ്ദീൻ്റെയൊക്കെ സമയത്ത്, ജഡേജയുടെയോ സച്ചിൻ്റെയോ ജവഗൽ സിംഗിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഈ കളികളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ ക്രിക്കറ്റിനെ ക്രിക്കറ്റായിട്ട് കാണുന്ന രീതിയിൽ കുറേയൊക്കെ നമ്മൾ ഈ പറയുന്ന തരത്തിലേക്കുള്ള ലോകത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലും ഒരുപക്ഷെ ആ രീതിയിലൊക്കെ ആർജിക്കാത്ത കേരളത്തിലെ സമൂഹം എന്ന് തന്നെ വെക്ക്. എനിക്ക് തോന്നുന്നു ഇന്ന് യുദ്ധം നടന്നിട്ടില്ല, അന്ന് യുദ്ധവും നടന്നിട്ടുണ്ട്. അതെ, ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സമയമുണ്ട്, ഒരുപാട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന സമയമുണ്ട്. ഈ സമയങ്ങളിൽ തന്നെയാണ് വസീം അക്രം ഇവിടെ വന്നിരുന്നത്. അല്ലെങ്കിൽ വസീം അക്രമത്തിന് ഇവിടുത്തെ ക്രിക്കറ്റർമാരുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. സച്ചിൻ അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വസീം അക്രം ഇടയ്ക്ക് പറയാറുണ്ട്. ഇന്ന് ആ തലത്തിലേക്ക് കാര്യങ്ങളിൽ നിന്ന് കുറെ കൂടെ വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, ക്രിക്കറ്റർമാർക്ക് പോലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഫോഴ്സ് വരുന്നു എന്നുള്ളത് ഒട്ടും കായികം എന്നുള്ള ആ വാക്കിനെ നമ്മൾ കലാകായിക മേഖലയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വിലക്കുകൾക്ക് അതീതമായ ഒരു കാര്യമായിട്ടാണല്ലോ. അതിന് ഒരുപക്ഷെ താരങ്ങൾക്ക് തന്നെ സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഹസ്തദാനം ചെയ്തതിൽ എന്താണ് പ്രശ്നം? അതാണ് ഞാൻ പറയുന്നത്. ഇതിൽ ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഈ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കപിൽ ദേവ് പറഞ്ഞൊരു വാചകം, പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ. ആ തരത്തിൽ ചിന്തിക്കാൻ അന്നത്തെ കായിക താരങ്ങൾക്ക്, അന്നത്തെ ക്രിക്കറ്റർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ വിവാദങ്ങളിലേക്ക് അനാവശ്യം, വേണമെങ്കിൽ കപിൽ ദേവിന് ഈ സമയത്ത് വേണമെങ്കിൽ അത് പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് കളിക്കാരോട് നിങ്ങൾ കളിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ICCയുടെ നിയമങ്ങൾ വെച്ചാണ്, ഈ ആന്റി പൈക്രോഫ്റ്റിന്റെ വിലക്കിന്റെ സംബന്ധിച്ചാണ് പാകിസ്ഥാൻ വലിയ തർക്കം ഉണ്ടാക്കുന്നത്. കാരണം പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന്. ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത്ര വലിയ കുറ്റവാളിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ല. ഒരാൾ കൈകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള കാര്യം തുടക്കത്തിൽ നമ്മൾ തന്നെ വിചാരിച്ചു, അതായത് ICC മാച്ച് റഫറിയുടെ ഭാഗത്ത് എന്താണ് അതിനകത്തൊരു പിഴവെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഈ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നപ്പോഴാണ് അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ICC ഒരു കടുത്ത നിലപാടിലേക്ക്. അതായത് ഈ BCCI അല്ലെങ്കിൽ പാക് കൺട്രോൾ ബോർഡൊക്കെ പോലുള്ള ബോഡികളുണ്ടല്ലോ, ഈ ബോഡികളിലൂടെയാണ് ഈ പൊളിറ്റിക്സ് കടത്തിവിടുന്നത് പലപ്പോഴും. ഈവൻ ഇപ്പോൾ പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് പോലും ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സമീപനത്തിൽ അവരുടെ ബോഡി ലാംഗ്വേജ് പോലും ആ രാജ്യത്തിൻ്റെ മറ്റൊരു താല്പര്യത്തിന് വേണ്ടി മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരും എന്താ പറയുക, വേറെ തരത്തിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി പെരുമാറേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു സങ്കടകരമായ കാര്യം എനിക്ക് ഈ അടുത്ത കാലത്ത് തോന്നിയത്, ഷമി ഒരു ക്യാച്ച് മിസ് ചെയ്താൽ, അല്ലെങ്കിൽ സിറാജ് ഒരു ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ ഒരു നിർണായകമായ ഒരു ക്യാച്ച് മിസ് ചെയ്താൽ, അല്ലെങ്കിൽ അവസാന ബോളിൽ സിറാജിനെ സിക്സർ അടിച്ചിട്ടോ ഷമിയെ സിക്സർ അടിച്ചിട്ടോ ആണ് ഒരു പക്ഷേ പാകിസ്ഥാൻ ജയിക്കുക എന്ന് വെച്ചാൽ, അതിനെയൊക്കെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് ക്രിക്കറ്റിനെ ആളുകൾ തന്നെ തെറ്റായ തരത്തിലേക്കുള്ള ആ ഒരു വിഭാഗം ചെയ്യുന്ന ആ പ്രവൃത്തി ഇല്ലാതിരിക്കണം. സ്പോർട്സിന്റെ മൊത്തം സ്പിരിറ്റിനെ കളയുന്നതാണ്. പഹൽഗാമിൽ ആക്രമണം ഉണ്ടാവുന്നെങ്കിൽ അതിന് രാഷ്ട്രീയമായ പ്രതികരണം ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിട്ടുണ്ട്, അത് നയതന്ത്ര തരത്തിൽ തീർക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു ഹസ്തദാനം
എങ്കിലും സാധ്യമാകേണ്ട തരത്തിലേക്ക് ഈ കലാകായിക രംഗത്തല്ല, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യൻ ആരാധകർ ഏറ്റവും കൂടുതലുള്ള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു വലിയ പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ഈ 21-ാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തൊരു മത്സരം വരുന്നു. അവിടെയെങ്കിലും ഈ കൈകൊടുക്കൽ ഉണ്ടാകുമോ, ഒരു ഹസ്തദാനം വീണ്ടും ഉണ്ടാകുമോ, ഒരു മഞ്ഞുരുകൽ നമ്മൾ പ്രതീക്ഷിക്കാമോ എന്നതൊക്കെയാണ് എന്തായാലും കായിക പ്രേമികൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ ഈ തരത്തിൽ കൊണ്ടുപോകുന്നത് എന്തായാലും ക്രിക്കറ്റിനെന്നല്ല, കായിക മേഖലയ്ക്ക് ഒന്നും ഭൂഷണമല്ല, നല്ലതുമല്ല. ഇതിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് അത്യാവശ്യവുമാണ്. അതിന് ക്രിക്കറ്റ് ബോർഡുകൾ എന്തായാലും മുൻകൈ എടുക്കണം എന്നാണ് സ്പോർട്സ് ടോക്കിന് പറയാനുള്ളത്. നമസ്കാരം.